ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത് GTA സാൻ ആൻഡ്രിയാസ്. അപ്പം നമ്മൾ ഗെയിം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പാർട്ട് 1. സോ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് പോയൊന്ന് കാണുക. അപ്പോൾ ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടെ ഒക്കെ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഗെയിം വേണമെങ്കിൽ നമുക്കൊരു 200 MB നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്ക് ഒരു 1K ലൈക്ക് കിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടർ CJ. അപ്പോൾ അടുത്തൊരു മിഷനാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് വരാനാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ടാണ്, റൈഡർ എന്നാണ് കേട്ടോ പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡറിനെ എവിടെ കൊണ്ടുപോകണോ എന്തോ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഗെയിം മുഴുവൻ ഒരു ഡയലോഗിന് പ്രാധാന്യം കൊടുക്കുന്ന ഗെയിമാണ്. അതുപോലെ തന്നെ സ്റ്റോറി മോഡാണ്. ഓക്കെ, നമ്മളടുത്ത് ഇവിടെ എവിടെ ഒരു ലൊക്കേഷനിലാണ് വരാൻ പറഞ്ഞത്. ഇവിടെ അല്ല കേട്ടാ. ആ വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചു. ജസ്റ്റ് അല്ല, നന്നായിട്ട് ഇടിച്ചു. ഗൈസ്, ബെസ്റ്റ്. ഒരാൾ പടമായി ഗൈസ്. ഇതേ സ്ഥലം ഇവിടെ തന്നെ. ഇവിടെ ഒരു പോലീസ് ഓഫീസറൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ബാർബർ ഷോപ്പിലോട്ട് പോകാനാണ് നമ്മളിത് പറയണത്. അപ്പോൾ നമുക്കൊന്ന് ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് തരാം. റൈഡർ അവിടെ. ഓക്കെ ഗൈസ്, റൈഡർ വണ്ടി തന്നെ ഉണ്ട്. നമ്മൾ കയറി. ഗൈസ്, ഈ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന ആളെ കാണാൻ രജനീകാന്തിനെ പോലെ ഉണ്ടല്ലേ ഗൈസ്. കൂലി. ഓക്കെ, നമ്മുടെ ഹെയർ സ്റ്റൈല്. സോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് കേട്ടാ. അയാൾ എന്തൊക്കെയോ കാണിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെന്ത് സാധനം ഗൈസ്? CJക്ക് ഇതങ്ങോട്ട് ചേരുന്നില്ല. നമ്മളതിലാണെങ്കിൽ പൈസ കുറവാണ്, ഭയങ്കര കുറവാണ്. അതുകൊണ്ട് പിന്നെ നമുക്കൊരു നോർമൽ ഇതിലൊക്കെ വെട്ടിക്കൊണ്ട് പോകണമായിരിക്കും നല്ലത്. സോ ഞാൻ ഇത് വെട്ടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് വെട്ടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഉള്ള പൈസയും കൂടെ പോവും. പിന്നെ നമുക്ക് വേറൊരു കാര്യം, നമ്മുടെ ക്ലിയോ മെനു വെച്ച് നമുക്ക് പൈസയൊക്കെ എടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അടുത്ത പരിപാടി റൈഡറുമായിട്ട് സംസാരിക്കുക. ഈ ഗെയിമിൽ എനിക്ക് അങ്ങോട്ടൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഇനി കഥ എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊന്നും അങ്ങോട്ട് ഒരു പിടുത്തം തരുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗെയിമിൻ്റെ കഥ മാറും. സോ അതാണ് ഇതിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ എന്തോ പിസ്സ കടയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിന് എനർജി വേണം, എനിക്ക് ഫുഡ് വേണമെന്നാണ് പറയണത്. നമ്മുടെ ക്യാരക്ടറിന് ഫുഡ് കഴിക്കാൻ സമയമായി. പിന്നെ നമുക്ക് കുറച്ച് വണ്ണം വെക്കും. നമ്മുടെ ക്യാരക്ടർ ആദ്യം തന്നെ ബന്നിനൊക്കെ ഇട്ട് നിന്നുണ്ടപ്പോൾ എനിക്ക് എന്നെ പാവം തോന്നി ഗൈസ്. ഓക്കെ, നമുക്ക് വല്ലതും കഴിക്കാം. കഷ്ടം തോന്നിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ കയറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ പിസ്സ കട. ചേച്ചി പിസ്സ വേണം ചേച്ചാ. അപ്പോൾ നമ്മുടെ ചേച്ചി നമുക്ക് പിസ്സ എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, 2 രൂപയ്ക്ക് ഇത് കഴിക്കാം, വേണമെങ്കിൽ 5 രൂപയ്ക്ക് കഴിക്കാം. അപ്പോൾ സലാഡ് മീൽ കഴിക്കാം ഗൈസ്, അതാണ് നല്ലത്. ഉച്ച സമയമായതുകൊണ്ട് സലാഡ് മീൽ തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, നമ്മൾ സലാഡ് മീൽ കഴിച്ചിരിക്കുകയാണ്. റൈഡർ ഇതിപ്പോൾ കയറി ഗൈസ്. റൈഡർ ഇവിടെ അതിൻ്റെ അകത്ത് കയറി ഗൈസ്. ഗണ്ണ് ഗൈസ്. ഗൈസ്, എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പൈസ എടുക്കാനാണ് വന്നേക്കണ കേട്ടോ, കഴിക്കാനല്ല. CJ പറയാണ് മോഷ്ടിക്കണ്ടെന്ന്. പക്ഷെ അവ മോഷ്ടിക്കുന്നു. ബെസ്റ്റ്. വല്ല കാര്യം ഉണ്ടായിരുന്ന ഗൈസ്. ഇപ്പം നമുക്കും കിട്ടും ഗൈസ് വേടി. പെട്ടെന്ന് വണ്ടി കയറിയോ. ഞാനല്ലേ അപ്പുറത്ത് കയറാനുള്ളത്, ഞാൻ മറന്നുപോയി. അവൻ കാരണം നമുക്കിട്ട് നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ ഗൈസ്.
ഗൈസ് നമ്മളെ വണ്ടി ഇപ്പം കത്തുമെന്നാണ് എനിക്ക് തോന്നണത്. അയ്യോ വണ്ടി കത്തരുത്, മിഷൻ ഫെയിൽ ആവരുത്. എങ്ങനെയായാലും അതുവരെ പോകണം ഗൈസ്. ഈ വണ്ടിക്ക് ഒരുപാട് ഡാമേജ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ പറ്റത്തില്ല, ഇത് കത്തിപ്പോവും, നശിക്കും. അതാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകണത് ഗൈസ്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, ഒരു ലൈക്കും സബ്സ്ക്രൈബും മാത്രം മതി എനിക്ക്. ഗൈസ് നമ്മൾ ഏകദേശം എത്താറായെന്നാണ് തോന്നുന്നത്. യെസ് ഗൈസ് എത്താറായി. പക്ഷെ അതുവരെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. ഒന്ന് മാറോ. ഈ പുതിയ വണ്ടി എടുത്തവന്മാർക്കൊക്കെ പിശുക്ക് ഗൈസ്, ഭയങ്കര പിശുക്ക്. ഉണ്ട് ഇവിടുത്തെ ആൾക്കൊക്കെ ഒരു മര്യാദ ഉണ്ട് ഗൈസ്. റൈഡറിൻ്റെ കാര്യമാണ് എനിക്ക് ദേഷ്യം വന്നത് ഗൈസ്. അവൻ്റെ മൂക്ക് നോക്കി ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നു. എന്നിട്ട് അങ്ങോട്ട് ന്യായം അടിക്കണം ഗൈസ്. റൈഡർ തൊപ്പി ഉരി വെച്ചേക്കാണ് കേട്ടോ, അതാണ് കാണാൻ ഒരു മെനയില്ലാത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ